ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴത്തൊലിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം രീതിയിൽ തന്നെ ഒരു ഭാഗം മാത്രം ചെറുതായിട്ട് തന്നെ ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുത്തതിന് ശേഷം പഴത്തിൻ്റെ തൊലി കട്ട് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി തൊലിയൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പഴം ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 2 പഴം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് അവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 2 പഴം ഇതേ രീതിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 1 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരച്ചെടുത്തിട്ടുള്ള പഴം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മുഴുവനായിട്ടും കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പഴം മാത്രം വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ, 1/2 കപ്പ് ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ശർക്കരപ്പാൻ റെഡിയാക്കി എടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പരുവത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തൊലിയിലേക്ക് നമ്മുടെ ഗോതമ്പ് മാവ് ഇതേ രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിൽ വേണം കേട്ടോ ഇതുപോലെ പരത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ സെയിം രീതിയിൽ പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഈ ഒരു ഗ്യാപ്പ് നമ്മുടെ മാവ് വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും സെയിം രീതിയിൽ തന്നെ ഞാനൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് ഈ ഒരു പഴത്തൊലി കളയേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും നമുക്ക് ഇതിനെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ രാവിലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പഴത്തിൻ്റെ തൊലി കൂടെ ഇതേ രീതിയിൽ മാവ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള എല്ലാ പഴവും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത ഒരു രീതിയിൽ ഇതേ ലെവലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റിലും പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്തും ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് അട കഴിക്കാൻ കൊതിയാവുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതേ രീതിയിൽ പഴത്തൊലി പോലും വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാനിതിനവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ പഴത്തിൻ്റെ തൊലിയും അതുപോലെ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി ഇത് വീണ്ടും വേണമെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ തന്നെയുള്ള പലഹാരമാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ മാവിൻ്റെ കട്ടി കുറച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അട കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.